ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിറ്റ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ട് മീഷോയുടെ ചേർന്നിട്ടുള്ളതാണ്. മീഷോന്ന് ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴേ ഞാൻ പറഞ്ഞിരിക്കാം എന്താണെന്നുള്ളത്. സാരിയാണ്. ഞാൻ 3 സാരിയും 2 ബ്ലൗസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സാരി മാത്രമാണ് മീഷോയിൽ നിന്നുള്ളത്. ബാക്കി 2 സാരിയും 2 ബ്ലൗസും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിലൊരു സാരി ഇനി വരാനോടുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എടുക്കാം. ഞാൻ കാണിക്കാം നിങ്ങളെ ഏതാണെന്നുള്ളതും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു സാരി ഉടുത്തിട്ടോ അൺബോക്സ് ചെയ്തു ഞാൻ ഓൾറെഡി. എങ്കിലും നിങ്ങളെ ഞാനത് കാണിക്കുകയാണ് അത് ഏതാണെന്നുള്ളത്. ആ സാരി ഉടുത്തുള്ളൊരു വീഡിയോയും ഇതിന് പുറകെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ നേരത്തെ തന്നെ പറയുന്ന അഫോർഡബിൾ റേറ്റിലുള്ള സാരിയാണ്, ബ്ലൗസും അത് തന്നെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തോ ഏതൊക്കെയാ നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ഈ സാരി. ഇതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ മിക്ക ഫംഗ്ഷനും നമുക്ക് സാരി ഉടുക്കണം. അപ്പോൾ ലേഡീസിൻ്റെ ഫംഗ്ഷനൊക്കെ. അപ്പോൾ എനിക്ക് സാരി അധികം ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2-3 സാരി എടുത്തത്. ഉള്ളത് ഒരു 2-3 സാരിയാണ്. അത് ഞാൻ ഇവിടെ വന്ന ഫംഗ്ഷനൊക്കെ ഉടുക്കുകയും ചെയ്തു. എന്തുണ്ടെങ്കിലും നമുക്കിവിടെ വെൽഫെയർ ഒക്കെ കാണുന്നുണ്ട് ലേഡീസിന് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് സാരി എടുത്തിട്ട് പോകണം. ലെക്ചറിങ്ങൊക്കെ വരുന്ന ടൈമിൽ മാത്രം നമുക്ക് ചുരിദാർ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ഒരു സാരി ഉടുക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അധികം റേറ്റ് ഇല്ലാത്ത നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇതാണ് സാരി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അഫോർഡബിൾ റേറ്റിലുള്ളത് തന്നെയാണ്. നല്ലൊരു സാരിയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കോമ്പിനേഷനിൽ ഇല്ല, ഡ്രസ്സുകളേ ഇല്ല. യെല്ലോ ബ്ലാക്കാണ് വരുന്നത്, റെഡ് വൈറ്റ് എല്ലാം ഉണ്ട് ഇതിൽ മിക്സ് കേട്ടോ. എനിക്ക് യെല്ലോ കളറിലുള്ള ഡ്രസ്സ് ഇല്ല, അതാണ് സത്യം. അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉടുക്കാനും നല്ല എളുപ്പമായിട്ടുള്ളൊരു സാരിയാണ്. എനിക്ക് നന്നായി ചേരുന്നെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഞാനധികം ഇങ്ങനെ നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഈ യെല്ലോ കളർ ചേരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ കണ്ടിട്ട് പറയണം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ഞാൻ പറഞ്ഞില്ല വലിയ റേറ്റിലൊന്നും അല്ല ഞാൻ വാങ്ങിയത്. നല്ലൊരു സാരിയായിരുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. മീഷോയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഞാൻ ലിങ്ക് ഇടാൻ പറ്റുവാണെങ്കിൽ ഇട്ടിരിക്കാം. നിങ്ങൾ നോക്കാം. ഇപ്പോൾ ഏത് റേറ്റാന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ സാരി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു ബ്ലൗസ് എടുത്തു. ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ. നമ്മുടെ ക്രോപ്പ് ടോപ്പ് മോഡലിൽ നിന്നുള്ളൊരു ബ്ലൗസാണ്. ഈ ബ്ലൗസും ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ് കേട്ടോ. ബ്ലൗസ് അടിപൊളി ഒരു ബ്ലൗസാണ് കേട്ടോ. ആ ഒരു സാരിക്ക് നല്ല മാച്ചായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെ ഗോൾഡൻ യെല്ലോ ഇതിൽ വരുന്ന ഡിസൈൻ ഉണ്ട്. ഇങ്ങനെ പഫ് വരുന്ന സ്ലീവാണ് കേട്ടോ. പഫ് വരുന്ന സ്ലീവാണ്. അടിപൊളി ഒരു ബ്ലൗസാണ് കേട്ടോ. നമുക്കിത് സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കൂടുതലും ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് മോഡലിലുള്ള ബ്ലൗസുകളാണ് ഞാൻ കൂടുതൽ എടുക്കാറുള്ളത് കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്തിരിക്കുന്നത് XL ആണ് കേട്ടോ. ഈ ലൂസാണ്, എന്നാലും കുറച്ച് ഞാൻ എടുക്കുമ്പോൾ ഇച്ചിരി കൂട്ടി എടുക്കും കേട്ടോ. ചില സമയത്ത് എനിക്ക് അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിലോ എന്നുള്ളൊരു കാരണം, പേടി കാരണം ഞാൻ നമുക്ക് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചെയ്താണ്. ഇപ്പം തിരിച്ച് റിട്ടേൺ അടിക്കാനുള്ള സമയമൊന്നും നമുക്ക് ഇല്ലായിരുന്നു. ചിലപ്പോൾ ഇച്ചിരി ലൂസാണ്. ഞാനിങ്ങനെ പിന്നൊക്കെ കുത്തിയിട്ട് ആഡ് ചെയ്താണ് കഴിഞ്ഞ ദിവസം ഈ ബ്ലൗസ് ഇട്ടത്. എന്തായാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നത് എനിക്കിഷ്ടമാണ് ഇങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കാം. അതുപോലെ ലിങ്ക് ഞാൻ ഇട്ടിരിക്കാം കേട്ടോ. ഇടാൻ പറ്റുവാണെങ്കിൽ ഇട്ടിരിക്കാമേ. ഇതായിരുന്നു ആ പ്രോഡക്റ്റ്. അടിപൊളിയാണ്. ഇനി നമുക്ക് സെക്കൻഡ് സാരി ഏതാന്ന് നോക്കാമേ. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കളർ എനിക്കില്ല. ഗ്രീൻ കളറ് യെല്ലോ കളറൊന്നും പൊതുവേ ഞാൻ എടുക്കാറില്ലാത്തതാണ്. ഇതാണ് സാരി എന്ന് പറയുന്നത്. നല്ലൊരു സാരിയാണ് കേട്ടോ. ഈ ഗ്രീനും എന്താണ് ഗോൾഡൻ വർക്ക് കൂടെ വരുന്ന ഒരു സാരിയാണ്. ഇതും നല്ലൊരു സാരിയാണ് കേട്ടോ. സോറി, ഇതിന്റെ ബ്ലൗസ് ആണ് ഈ കാണുന്നത്. ബ്ലൗസ് ആണ് കേട്ടോ. റേറ്റും ലിങ്കും ഞാൻ ഇട്ടിരിക്കാം. നല്ലൊരു സാരിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെ സാരികളാണ് ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത്. എനിക്ക് ചേരുന്നുണ്ട് അല്ലേ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു.
നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഫുൾ ഗ്രീന് ഗോൾഡ് വർക്ക് വന്നിട്ട് ഇതാണ് ഈ ഒരു റാണി പിങ്ക് മോൾസാണ് ഇതിന്റെ ഇതായിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇതിന്റെ ബ്ലൗസ് കട്ട് ചെയ്യാതെ തന്നെ ഈ റാണി പിങ്ക് ബ്ലൗസ് സെയിം നമ്മൾ ആ ബ്ലാക്ക് എടുത്തില്ലേ ആ സെയിം രീതിയിൽ തന്നെ ഒരു ക്രോപ്പ് ടോപ്പ് ഞാൻ ഇതിന് വേണ്ടി എടുത്തു. ആ ബ്ലാക്ക് അല്ലേ നമ്മളെടുത്ത് ഞാൻ കാണിച്ച സെയിം ആ ഒരു ഇത് തന്നെ വരുന്ന ഇതായിട്ടുണ്ട്, ലൂസായിട്ട് കിടക്കുന്ന രീതിയാണ്. ഗോൾഡൻ വർക്ക് ഇതിലുണ്ട് കേട്ടോ, ഗോൾഡൻ വർക്ക് ഉണ്ട്. നല്ലൊരു ബ്ലൗസാണ്, സെയിം ആ ബ്ലാക്കിൻ്റെ തന്നെ ഉള്ളതാണ് കേട്ടോ. ആ സാരിക്ക് ഗ്രീൻ നന്നായി ചേരുകയും ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഒരു ബ്ലാക്ക് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതും അടിപൊളി ഒരു ബ്ലൗസാണ്. അപ്പൊ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു സാരിയുടെ വരാനുണ്ട് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതിപ്പോഴേ വരില്ല, കുറച്ച് ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനും ഈ ഞാൻ ഇപ്പൊ കാണിച്ച ബ്ലൗസ് ചേരുന്ന രീതിയിലുള്ള ഒരു സാരി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊക്കെ എടുക്കാം, കാരണം നല്ലതാണ്, റെക്കമെൻഡഡ് ആയിട്ടുള്ളതാണ്. ഞാൻ റേറ്റ് ഒക്കെ നോക്കി കുറേ അതിൻ്റെ കമൻസ് ഒക്കെ നോക്കിയിട്ടാണ് എടുത്തത്. അടിപൊളി ഒരു പ്രോഡക്റ്റാണ്, ആവശ്യമുള്ളവർ എടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇനി വരാം. അതുവരേക്കും ബൈ.